സ്പോർട്സിൽ ടാലൻറ്റിൻ്റെ കൂടെ ഇഞ്ചുറി ഇല്ലാതെ അവരെ കരിയർ കൊണ്ടുപോകുന്നത് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇഞ്ചുറി എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. കാരണം ഇന്ന് സ്പോർട്സ് ഇന്ത്യയിൽ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ക്ലബ്ബുകളൊക്കെ അവരുടെ അക്കാഡമിയൊക്കെ ഇന്ത്യയിൽ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയിലുള്ളത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് സ്പോർട്സിൽ സാധ്യതകൾ ഉണ്ടാവണമെങ്കിൽ അവരുടെ കരിയർ ഇഞ്ചുറി ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റണം. ഏതൊരു സ്പോർട്സിനും നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് വാമപ്പും സ്ട്രെച്ചിങ്ങും ആവശ്യമാണ്. സ്ട്രെച്ചിങ് ചെയ്തിട്ട് ആ ജോയിൻറ്റ് ചുറ്റുമുള്ള മസിലുകളൊക്കെ നമ്മൾ വലിച്ച് അതൊന്നൊരു പരുവപ്പെടുത്തിയെടുക്കുകയാണ് ആദ്യം. പിന്നെ വാമപ്പ് ചെയ്തിട്ട് ആ മസിലിലേക്കുള്ള രക്തോട്ടമൊക്കെ കൂട്ടിയിട്ട് ആദ്യം അത് പ്രൈം ചെയ്തിട്ട് അതിനെ ഒരുക്കിയെടുത്തിട്ട് വെക്കുകയാണ് ഫസ്റ്റ് ചെയ്യുക. അതാണ് ഈ വാമപ്പും സ്ട്രെച്ചിങ്ങും. അത് ഇഞ്ചുറി പ്രിവെൻഷന് വളരെയധികം ഡയറക്റ്റ് പോയിട്ട് കളിക്കാതെ ടി വിയിലൊക്കെ കളി കാണുമ്പോൾ കാണാം, ഇവർ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഈ സൈഡിൽ കൂടെ സ്ട്രെച്ചിങ്ങും ചെയ്തിട്ട് വാമപ്പ് ചെയ്ത് നമ്മൾ കാണാം. അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്, ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇഞ്ചുറി നമുക്ക് പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പിന്നെ കളി കണ്ടിന്യൂ ചെയ്യാതിരിക്കലാണ്. കാരണം സ്പോർട്സ് ഇഞ്ചുറി അധികവും ലിഗമെൻറ്റിൻ്റെ ആയിരിക്കും. ലിഗമെൻ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഒരു നാരുകളാണ്, രണ്ട് ജോയിൻറ്റിനെ ബന്ധിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ള നാരുകളാണ്. അപ്പോൾ ഇഞ്ചുറി ആദ്യം പറ്റിയ ഇഞ്ചുറി ചിലപ്പോൾ കുറച്ച് അതിൻ്റെ ഒരു 20% ആയിരിക്കും ഈ ലിഗമെൻറ്റിൻ്റെ പരിക്ക് പറ്റിയിട്ടുണ്ടാവുള്ളൂ. വീണ്ടും നമ്മൾ കളിക്കാൻ